അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കർണാടക സർക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ വന്നിട്ടും യാതൊരു രീതിയിലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സിദ്ധരാമയ്യ സർക്കാരിന് സാധിച്ചില്ല. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. പക്ഷേ പല പ്രോമിസസും ഇതുപോലെ തന്നെ നിൽക്കുകയാണ്. യുവാക്കൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടാക്കാൻ സിദ്ധരാമയ്യ സർക്കാരിന് സാധിച്ചില്ല. ബംഗളൂരു നഗരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നമുണ്ട്, ട്രാഫിക് പ്രോബ്ലം. അതുകൂടാതെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി എന്നുള്ള ഒരു ടാഗ് ഇപ്പോൾ കർണാടകയ്ക്കും ബംഗളൂരുവിനും നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ $15 ബില്യൺ ഒരു പ്രൊജക്റ്റ്, ഗൂഗിളിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആന്ധ്രയിലേക്ക് പോയിരിക്കുന്നത്. ശരിക്കും അത് കർണാടകയിൽ ബാംഗ്ലൂരിൽ വരേണ്ടതായിരുന്നു. അത് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ പൊളിറ്റിക്കൽ സർക്കിൾസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പല സംരംഭകരും, പ്രമുഖരായുള്ള സംരംഭകരും സർക്കാരിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു. സിദ്ധരാമയ്യ സർക്കാർ വന്നതിന് ശേഷം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അതുകൂടാതെ മാലിന്യ സംസ്കരണം ഒരു പ്രധാന പ്രശ്നമാണ്, ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, വികസന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർണാടകയും ബംഗളൂരുവും. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോൾ നല്ലൊരു പ്രഷറിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ RSSൻ്റെ വിഷയം മുൻനിർത്തി ഇതിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ട് ഒളിച്ചോടുക എന്നുള്ളൊരു ലക്ഷ്യവും ഈ ഒരു ക്യാമ്പയിനിങ്ങിന് പിന്നിലുണ്ട്.